ഈ നാട്ടിലെ വിദ്യാർത്ഥികളോട് എനിക്ക് സംസാരിക്കണം. To the students who are wondering why they have to protest in front of the legislator. എനിക്ക് കേരളത്തിലെ വിദ്യാർത്ഥികളോട് സംസാരിക്കണം. അവർ ആശങ്കാകുലരായിരിക്കുകയാണ്. എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഈ സെക്രട്ടേറിയറ്റിന് മുൻപിൽ, നിയമസഭയ്ക്ക് മുൻപിൽ സമരം ചെയ്യണമെന്ന് ആലോചിക്കുന്ന കേരളത്തിലെ വിദ്യാർത്ഥികളോട് എനിക്ക് സംസാരിക്കണം. Also to the fishermen who, when they leave in the morning, suddenly read in the newspaper that their government is working to destroy their livelihood. അതുമാത്രമല്ല, എനിക്ക് കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളോട് സംസാരിക്കണം. രാവിലെ കടലിലേക്ക് ഇറങ്ങുമ്പോൾ, അതിനുശേഷം പിന്നീട് എത്തുമ്പോൾ അവർ പത്രത്തിൽ വായിക്കുകയാണ് അവരുടെ ഗവൺമെന്റ്, അവരുടെ സംസ്ഥാന ഗവൺമെന്റ് അവരുടെ ഉപജീവന മാർഗം ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെന്ന് മനസ്സിലാക്കുന്ന കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളോടും എനിക്ക് സംസാരിക്കണം. Instead of helping them, അവരെ സഹായിക്കുന്നതിന് പകരം അവരുടെ ഉപജീവന മാർഗം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഗവൺമെന്റിനെ കുറിച്ച് ആകുലപ്പെടുന്നവരോട് എനിക്ക് സംസാരിക്കണം. Some days ago I made a speech in parliament where I said hum do hamare do. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ പാർലമെന്റിൽ ഒരു പ്രസംഗം നടത്തുകയുണ്ടായി. അതിൽ ഞാൻ പറഞ്ഞു, നാം രണ്ട് നമുക്ക് രണ്ട്. Meaning 4 people are running the national government. അതിന്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ 4 പേരാണ് ഈ രാജ്യത്തെ, ഈ കേന്ദ്ര ഗവൺമെന്റിനെ മുൻപോട്ട് കൊണ്ടുപോകുന്നത്. വെറും 4 പേരാണ്. Brothers and sisters, this country is too great, too big to be controlled by 4 people. എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്ത്യ എന്ന് പറയുന്ന ഈ മഹാരാജ്യം 4 പേര് ഭരിക്കുന്നതിലുപരി, 4 പേർക്ക് നിയന്ത്രിക്കുന്നതിലൊക്കെ എത്രയോ ഉപരി വലുതാണ്, മഹത്തരമായ ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന ഈ രാജ്യം. And if we look towards Delhi, we find that step after step after step that the Prime Minister has taken is designed to weaken the fabric of our country. നിങ്ങൾ ഡൽഹിയിലേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും, നമ്മുടെ പ്രധാനമന്ത്രി എടുക്കുന്ന ഓരോ നടപടിയും ഒന്നിനു പുറകെ ഒന്നൊന്നായി ഈ രാജ്യത്തിന്റെ നിർമ്മിതിയെ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണെന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. Lakhs of crores of rupees are given to the wealthiest people. നമ്മുടെ രാജ്യത്തെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ഈ രാജ്യത്തെ അതിസമ്പന്നരായ ആളുകൾക്കാണ് ഇന്ന് നൽകിക്കൊണ്ടിരിക്കുന്നത്. Every time you read the newspaper, the wealthiest are getting tax breaks. നിങ്ങൾ എപ്പോൾ പത്രം വായിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഈ രാജ്യത്തിലെ ഏറ്റവും പണമുള്ള ആൾക്കാർക്ക്, അതിസമ്പന്നരായ ആൾക്കാർക്കാണ് നികുതി ഇളവുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. They did demonetization, took money from poor people's pockets. നോട്ട് നിരോധനം എന്നതിലൂടെ നമ്മുടെ രാജ്യത്തിലെ പാവങ്ങളുടെ പോക്കറ്റിൽ നിന്ന് പണം എടുക്കുകയുണ്ടായി. They did a GST, 5 different taxes, 28% tax, again for those same 4 or 5 people. അതുമാത്രമല്ല, നോട്ട് നിരോധനത്തിന് ശേഷം നടപ്പിലാക്കിയ GST, ചരക്ക് സേവന നികുതി, 28% നികുതി, അതുപോലെ 5 വ്യത്യസ്തമായ നികുതികൾ, അതിലും നിന്ന് പാവങ്ങളുടെ കയ്യിൽ നിന്ന് പണമെടുത്ത് ഈ 4 ആളുകൾക്ക് വേണ്ടിയാണ് ചരക്ക് സേവന നികുതിയും അവർ നടപ്പിലാക്കിയത്. And then in Corona, when our workers with folded hands asked the Prime Minister for a railway ticket, for a bus ticket, the Prime Minister says no. അതുമാത്രമല്ല, ഈ കൊറോണ കാലത്ത് നമ്മുടെ തൊഴിലാളികൾ, കുടിയേറ്റ തൊഴിലാളികൾ നമ്മുടെ പ്രധാനമന്ത്രിയോട് റെയിൽവേ ടിക്കറ്റിന് വേണ്ടി ചോദിച്ചു, ബസ് ടിക്കറ്റിന് വേണ്ടി ചോദിച്ചു. പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞ മറുപടി നോ, ഇല്ല എന്നതായിരുന്നു പ്രധാനമന്ത്രിയുടെ മറുപടി. He is not ready to give our workers 300 rupees, but he gives 1,50,000 crore rupees to the richest business people. At the same time, നമ്മുടെ രാജ്യത്തെ സാധാരണ തൊഴിലാളികൾക്ക് 300 രൂപ കൊടുക്കാൻ നരേന്ദ്രമോദി തയ്യാറല്ല. പക്ഷേ ഈ പറയുന്ന അതിസമ്പന്നരായ ആളുകൾക്ക് 1,50,00,000 രൂപയുടെ ഇളവുകൾ നൽകാൻ അതേ സമയം തന്നെ അദ്ദേഹം തയ്യാറാവുകയാണ്. over the last 6 years, the backbone, the job creation backbone of this country has been broken. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 6 വർഷങ്ങളായി തൊഴിൽ ഉൽപാദനം നടത്തേണ്ട, രാജ്യത്ത് തൊഴിലുണ്ടാക്കേണ്ട ഈ രാജ്യത്തിന്റെ നട്ടെല്ല് പൂർണ്ണമായി തകർക്കപ്പെട്ടിരിക്കുകയാണ്. Smashed into pieces. അതിനെ കഷ്ണങ്ങളായി നുറുക്കി പൊടിച്ചു കളഞ്ഞിരിക്കുകയാണ്. Who are the people who give India jobs? ആരാണ് ഇന്ത്യക്ക് തൊഴിൽ നൽകുന്ന ആളുകൾ? Small businesses, middle-sized businesses, shopkeepers, farmers. These are the people that give this great country jobs. ചെറിയ വ്യാപാരികൾ, ചെറിയ കച്ചവടക്കാർ, ഇടത്തരം കച്ചവടക്കാർ, കർഷകർ എന്നീ ആളുകളാണ് ഈ രാജ്യത്ത് തൊഴിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. Young entrepreneurs, they give this country jobs. ചെറിയ യുവാക്കളായ സംരംഭകർ, അവരാണ് ഈ രാജ്യത്ത് തൊഴിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. And over the last 5 years, a systematic campaign
to take away what belongs to them and give it to the richest in the land. അതുമാത്രമല്ല കഴിഞ്ഞ 6 വർഷങ്ങളായി വളരെ ആസൂത്രിതമായ വ്യവസ്ഥാപിതമായ ഒരു പ്രചരണം അവരുടെയൊക്കെ ഈ പറയുന്ന കർഷകരുടെയും ചെറുകിട തൊഴിലാളികളുടെയും കച്ചവടക്കാരുടെയൊക്കെ കയ്യിലുള്ള സമ്പത്തെടുത്ത് അത് ഈ രാജ്യത്തെ ഏറ്റവും അതിസമ്പന്നരായ ആളുകൾക്ക് നടക്കുന്ന വ്യവസ്ഥാപിതമായ ആസൂത്രിതമായ ഒരു പദ്ധതിയും പ്രചരണവുമാണ് ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. Ask any small businessman, ask any middle-sized businessman, ask any farmer whether demonetization helped him, whether GST helped him. And they will all answer in one voice, no, they did not. നിങ്ങൾ ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു ചെറുകിട കച്ചവടക്കാരോട്, ഇടത്തരം കച്ചവടക്കാരനോട്, ഒരു കർഷകനോട് ചോദിക്കുക, നോട്ട് നിരോധനം കൊണ്ട് അവർക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായിട്ടുണ്ടോ? GST കൊണ്ട് അവർക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായിട്ടുണ്ടോ? ഒരാശങ്കയുമില്ലാതെ ഒറ്റ ശബ്ദത്തിൽ അവർ മറുപടി പറയും, ഇല്ല, നോട്ട് നിരോധനം കൊണ്ടും GST കൊണ്ടും ഞങ്ങൾക്ക് ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല എന്ന് അവർ മറുപടി പറയും. And now they have passed 3 new farm laws. അതുമാത്രമല്ല ഇപ്പോൾ അവർ 3 കർഷക ബില്ലുകൾ നടപ്പിലാക്കിയിട്ടുണ്ട്, കർഷക നിയമങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട്. The first one, to destroy farmers' markets. ആദ്യത്തെ നിയമം എന്ന് പറയുന്നത് കർഷകരുടെ ചന്തകൾ അതിനെ ഇല്ലാതാക്കുന്നതാണ്. The second one, to allow the biggest businesses in the country to hoard as much grain, as much vegetable, as much fruit as they want. രണ്ടാമത്തെ നിയമം എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ഏറ്റവും വലിയ വ്യവസായികളെ അവർക്ക് ആഗ്രഹിക്കുന്ന അളവിലുള്ള പഴങ്ങളും പച്ചക്കറികളും ധാന്യങ്ങളും സംഭരിക്കാൻ പ്രാപ്തമാക്കുന്നതാണ് രണ്ടാമത്തെ കർഷക നിയമം. To allow unlimited hoarding. അളവില്ലാത്ത പൂഴ്ത്തിവെപ്പ്, അളവില്ലാത്ത സംഭരണം സാധ്യമാക്കാൻ ഈ രാജ്യത്തെ വ്യവസായികളെ, അതിസമ്പന്നരായ വ്യവസായികളെ പ്രാപ്തരാക്കുന്നതാണ് രണ്ടാമത്തെ കർഷക നിയമം. These 2 laws, they are designed to control the price of grain, of vegetables and rice. ഈ 2 നിയമങ്ങളും ഈ രാജ്യത്തെ പഴങ്ങളുടെയും പച്ചക്കറികളുടെയും ധാന്യങ്ങളുടെയും വിലയെ നിയന്ത്രിക്കുവാൻ വേണ്ടി അവർ കൊണ്ടുവന്നിട്ടുള്ള നിയമങ്ങളാണ്. And they have only one aim. Their aim is to make sure the farmer does not get the right price for his grain, for his vegetable and for his fruit. അവർക്ക് ഒറ്റ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ആ ലക്ഷ്യം എന്താണ്? നമ്മുടെ നാട്ടിലെ കർഷകർക്ക് അവരുടെ പച്ചക്കറികൾക്ക്, പഴങ്ങൾക്ക്, ധാന്യങ്ങൾക്ക് കൃത്യമായ വില ലഭിക്കുന്നില്ല എന്ന് ഉറപ്പാക്കുക. That everybody, middle class people, farmers, workers, laborers have to pay more for their food. അതുമാത്രമല്ല ഈ നാട്ടിലെ എല്ലാവർക്കും, മധ്യവർഗത്തിൽപ്പെടുന്ന ആളുകൾ, വ്യവസായികൾ, കർഷകർ എല്ലാവർക്കും ധാരാളം പൈസ, ഇതുവരെ കൊടുത്തതിൽ നിന്ന് കൂടുതലായിട്ടുള്ള തുക നമ്മളുടെ ഭക്ഷണത്തിന് വേണ്ടി ചെലവാക്കേണ്ടി വരും. And the third law is the most interesting. It says simply that if a farmer wants to contest his price, he cannot do so in a court of law. ഏറ്റവും രസമുള്ളതാണ്, ഏറ്റവും താല്പര്യമുണ്ടാക്കുന്നതാണ് മൂന്നാമത്തെ ലോ. അത് വളരെ ലളിതമായിട്ട് പറയുന്നു, ഒരു കർഷകന് വിലയെപ്പറ്റി എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ, വിലയെപ്പറ്റി എന്തെങ്കിലും എതിരഭിപ്രായമുണ്ടെങ്കിൽ ആ കർഷകന് കോടതിയിലേക്ക് പോകാൻ സാധിക്കുകയില്ല. So the first 2 laws destroy the agricultural system, and the third law says that the farmer cannot get justice. ആദ്യത്തെ 2 നിയമങ്ങൾ നമ്മുടെ കാർഷിക വ്യവസ്ഥയെ പരിപൂർണമായി ഇല്ലാതാക്കുന്നു. മൂന്നാമത്തെ നിയമം പറയുന്നു കർഷകന്, ഈ നാട്ടിലെ കർഷകന് നീതി ലഭിക്കാൻ സാധ്യതയില്ല, നീതി ലഭിക്കരുത് എന്ന് മൂന്നാമത്തെ നിയമം പറയുന്നു. And that is why lakhs and lakhs of farmers are protesting in this country. അതുകൊണ്ടാണ് ഈ നിയമങ്ങൾക്കെതിരെയാണ് ലക്ഷക്കണക്കിന് കർഷകർ ഈ രാജ്യത്ത് പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത്. And what does the Prime Minister say? He says they are terrorists. എന്താണ് കർഷകർ പ്രതിഷേധിക്കുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി എന്താണ് പറയുന്നത്? പ്രധാനമന്ത്രി പറയുന്നു ഈ രാജ്യത്തെ കർഷകർ ഭീകരവാദികളാണെന്ന്. I fight the BJP. I fight the ideology of the RSS every single day. ഞാൻ BJPക്കെതിരെ പോരാടുന്നു. RSS പ്രത്യയശാസ്ത്രത്തിനെതിരെ ഓരോ ദിവസവും ഞാൻ പോരാടുന്നു. Every step I take, I'm telling you, every step I take, the BJP attacks me. ഞാൻ മുൻപോട്ടെടുക്കുന്ന ഓരോ പടിക്കും, എൻ്റെ ഓരോ കാൽവെപ്പിനും RSSനെയും BJPയെയും എതിരിട്ടുകൊണ്ട് ഞാൻ മുൻപോട്ട് പോകുന്ന ഓരോ നിമിഷവും BJPയും RSSും എന്നെ ബുദ്ധിമുട്ടിക്കുന്നു. Right now they are watching this speech and they're saying, okay, what is it that we can say to attack him? ഇപ്പോ ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ പ്രസംഗം അവർ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവർ ആലോചിക്കുകയാണ് അദ്ദേഹത്തെ ആക്രമിക്കാൻ ഞങ്ങൾക്ക് ഇപ്പൊ എന്താണ് പറയാൻ സാധിക്കുന്നതെന്ന്. So there's one thing I don't understand. എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കാര്യമുണ്ട്. Why is it that the cases that are there against the left front government, against a person who works in the chief minister's office, are progressing so slowly? എനിക്ക്
ഒരു കാര്യം മനസ്സിലാവുന്നില്ല. എന്നെ ഓരോ നിമിഷവും അവർ ആക്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇടതുപക്ഷ ഗവൺമെന്റിനെതിരെയുള്ള